കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിലെ താരമാണ്. വ്ളോഗും ഇൻസ്റ്റഗ്രാമിലൂടെയുമായി അവർ വിശേഷങ്ങൾ പങ്കിടാറുണ്ട്. യൂട്യൂബ് ചാനലുകളിൽ അഭിമുഖങ്ങൾ നൽകാറുമുണ്ട്. തൻ്റെ മുന്നിൽ മൈക്കുമായി എത്തുന്നവരെ നിരാശപ്പെടുത്താറില്ല രേണു. പറയുന്ന കാര്യങ്ങൾ മിക്കപ്പോഴും വിവാദമായി മാറാറുമുണ്ട്. വീടിനെക്കുറിച്ച് കിച്ചു പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ദിവസം ചർച്ചയായത്. അവൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. 21 വയസ്സായി. അവൻ്റെ അഭിപ്രായം അവൻ പറയട്ടെ. എൻ്റെ അഭിപ്രായം ഞാനും പറയും. അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ മോൻ എൻ്റെ മോനല്ലാതാവുമോ? അവൻ എൻ്റെ മോൻ തന്നെയാണ്. ഞാനും കിച്ചുവും അടിച്ചു പിരിഞ്ഞെന്ന് പറഞ്ഞ് കുറേ വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോഴും അമ്മയും മകനും തന്നെയാണ്. കിച്ചുവിനെ ഞാൻ കുറച്ചു മുമ്പ് വരെ വിളിച്ചിരുന്നുവെന്നും രേണു പറയും. കിച്ചു താമസിക്കാൻ വരുമ്പോൾ എല്ലാം ശരിയാക്കി കൊടുക്കാമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇപ്പോഴും ലീവിന് വരുമ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. എപ്പോൾ നന്നാക്കി കൊടുക്കുന്നു എന്നത് പുള്ളിയുടെ ഇഷ്ടമല്ലേ. അതേക്കുറിച്ച് പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല. കിച്ചുവിൻ്റെയും റിതപ്പൻ്റെയും വീടാണത്. എനിക്ക് യാതൊരുവിധ അവകാശവും ആ വീടിൻ്റെ മേൽ ഇല്ല. എൻ്റെ പേരൻസിന് പ്രായമായി വരികയാണ്. അവർക്ക് ജോലിക്ക് പോവാനൊന്നും പറ്റുന്ന അവസ്ഥയുമല്ല. ഞാൻ ഈ ഷൂട്ടിനും കാര്യങ്ങൾക്കുമൊക്കെ പോകുമ്പോൾ എൻ്റെ ഇളയ മകനെ നോക്കണം. അവനെ നോക്കാൻ വേറെ ആരുമില്ല. എൻ്റെ അച്ഛനും അമ്മയും അവനെ നോക്കിക്കോളും. പൈസ കൊടുത്ത് ഒരാളെ നിർത്തേണ്ടതില്ല. അതാണ് അവർ അവിടെ നിൽക്കുന്നത്. അതിൽ ആർക്കാണ് എന്താണ് പ്രശ്നമെന്നും രേണു ചോദിക്കുന്നുണ്ട്. ഇളയ മകന് 18 വയസ്സ് കഴിഞ്ഞാലേ ആ വീട് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ കഴിയൂ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവന് 18 കഴിയാതെ അവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കാൻ സൗകര്യമില്ല. ഇനി ആരൊക്കെ അവളുമാർ വന്ന് അതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങില്ല. അതിനിടയിൽ ഞാൻ വീട് വെക്കുമായിരിക്കുമെന്നും രേണു പറയുന്നുണ്ട്. എയർപോർട്ടിൽ നിന്നും ലൈവായി വിളിച്ചപ്പോൾ കിച്ചു ഫോണെടുത്തിരുന്നു. രേണു പറഞ്ഞതിന് തിരിച്ചു മറുപടിയും നൽകിയിരുന്നു. മക്കൾക്ക് വീട് നൽകിയതിൽ ഫിറോസിക്കയോട് നന്ദിയുള്ളവളാണ് ഞാൻ. പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ട സമയം വന്നതുകൊണ്ടാണ്. അവിടെ ചോർന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വീട് മോശമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ചോരുന്നുണ്ടെന്ന് പറഞ്ഞത് അവർ തന്നെയാണ് വിവാദമാക്കി മാറ്റിയത്. എൻ്റെ മനസ്സിൽ ഒന്നും നിൽക്കില്ല. അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറയുന്നത്. അതോടെയാണ് എല്ലാവരും എന്നെ എടുത്തിട്ട് അലക്കിയതും. കിച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ ഇവരൊക്കെ വിചാരിച്ചു രേണുവിനെ കിച്ചു എന്തെങ്കിലും പറയുമെന്ന്. എല്ലാവരും ആഗ്രഹിച്ചതുപോലെയൊന്നും നടക്കില്ല.